ഒരുപാട് നാളത്തെ ഉപ്പാൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഇനിയൊന്നും ചെയ്യണ്ട എന്നുള്ളതായിരുന്നു ഞങ്ങൾ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ 3 ആങ്ങളമാരെയും അവരിഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് എത്തിച്ചിട്ട് ഫാമിലിയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷമാണ് ഉപ്പ ഗൾഫ് നിർത്തിയത്. എൻ്റെ വലിയ ആങ്ങള, അതായത് ഇപ്പോൾ ആൾക്ക് ഒരു അറൗണ്ട് 40 ഉണ്ട്. ആ ഒരു സമയത്ത് അവന് ചെറിയ കുട്ടിയായപ്പോൾ ഗൾഫിൽ പോവൽ തുടങ്ങിയതാണ് ഉപ്പ. പിന്നെ ഞാനൊരു +2 എത്തുന്ന സമയത്താണ് ഉപ്പ പ്രവാസം നിർത്തി വരുന്നത്. ഇനിയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നാണ് വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെ ഇരിക്കാൻ ഉപ്പാക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെയും സപ്പോർട്ട് കുറവായിരുന്നു. കാരണം മറ്റൊന്നും ഉണ്ടല്ലോ, ഉമ്മ പറഞ്ഞേ വെറുതെ ഇത്രയും കാലം ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ വെറുതെ ഇരിക്കാൻ തുടങ്ങിയാൽ ആലോചന കൂടും, പിന്നെ പല പല അസുഖങ്ങളാവും. അപ്പോൾ എന്താണോ താല്പര്യം, ഭാരപ്പെട്ട് അധ്വാനിച്ച് ഫാമിലി നോക്കണം എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ എന്തിലെങ്കിലും എൻഗേജ് ചെയ്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഉപ്പാൻ്റെ ഏറ്റവും പാഷനായിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് കാളപൂട്ട്, കന്നുകൾ ഒക്കെ ഉള്ള ആ ഒരു ഫീൽഡിലേക്ക് ഫുള്ളായിട്ട് ഉപ്പ ഫോക്കസ് ചെയ്യുന്നത്. ഉപ്പാൻ്റെ ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതും നമ്മളെ കന്നുകളെ എങ്ങനെയാണ് ഒരു ദിവസത്തെ പരിചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ റുട്ടീൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത്. രാവിലെ 12 ലിറ്ററിൻ്റെ കുക്കറിൽ മുതിര തീമിടാനിട്ടിട്ടാണ് ഉപ്പ പുല്ലരിയാൻ പോവുക. വീട്ടിൽ വൈക്കോലുണ്ടെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ ഉപ്പ പുല്ലരിഞ്ഞ് കൊണ്ടുവന്നിട്ടേ കൊടുക്കുള്ളൂ. അതിനിപ്പോൾ എത്ര ദൂരത്താണെങ്കിലും പോയിട്ട് അരിഞ്ഞ് കൊണ്ടുവരും കേട്ടോ. അത് നമ്മളെ കൂടെ നാണിയാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ നാണിയാക്കി ഇല്ലാത്ത വിവരമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പുല്ല് കൊണ്ടു കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഓലപ്പുല്ല് വളർത്തിക്കൂടെ, സ്ഥലമല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഉപ്പാക്ക് എന്തുകൊണ്ടാണ് അറിയില്ല, അതിനോട് വലിയ താല്പര്യമല്ല. തീരെ കൊടുത്തിട്ടില്ല എന്നൊന്നുമല്ല, പക്ഷേ അതിനുപ്പ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. ഇനി മഴക്കാലത്ത് നമ്മൾ തൊഴുത്തിൻ്റെ ചുറ്റോറം പുല്ലുണ്ടെങ്കിലും മഴക്കാലത്ത് ഉപ്പ പച്ചപ്പുല്ല് അധികം കൊടുക്കില്ല. ചിലപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ. പുല്ലൊക്കെ അരിഞ്ഞ് വന്ന് പുറത്ത് കെട്ടിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ ഉപ്പ നോക്കൽ കേട്ടോ. ഇനി അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതായത് കാളയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാനത് ആദ്യം അത് പറയുന്നത് കേട്ടോ. കാളനെ പുറത്ത് കെട്ടിയിട്ടാണ് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യുക. ഇതാണ് നമ്മൾ തൊഴുത്ത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ കിഴക്ക് ഭാഗത്താണ് നമ്മൾ തൊഴുത്തുള്ളത്. കന്നാളെ കെട്ടുമ്പോൾ കന്നാളെ ഫേസ് പടിഞ്ഞാട്ടിക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ ഈ തൊഴുത്തുണ്ടാക്കിയിട്ടുള്ളത്. ഒരേ സമയം 5 കന്നുകളെ കെട്ടാൻ കഴിയുന്ന രീതിക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സിമെൻറ്റും വെട്ടലും ഒക്കെ ചേർത്തുണ്ടാക്കിയതാണ്. മുകളിൽ ഓട് മേഞ്ഞതാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളെ തൊഴുത്ത് എന്ന് പറയുന്നത്. ഇത് പിന്നെ കുറുന്തോട്ടിൻ്റെ ചൂല്. കുറുന്തോട്ടിക്ക് എന്താ ഇവിടെ കാര്യം നിങ്ങൾ വിചാരിക്കണില്ലേ? കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇല കൊഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഒന്നാന്തരം ചൂലാണ്. നമുക്കിത് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് അധികം തൊഴുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചൂലാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വെറുതെ ക്യാഷ് കളിയും വേണ്ട, നല്ല അടിപൊളി ചൂല് കിട്ടും ചെയ്യും കേട്ടോ. ഇതാണ് നമ്മൾ തൊഴുത്തിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അടിയിൽ പനൻ്റെ പാത്തി വിരിച്ചേക്കാണ് കേട്ടോ. ആ പനൻ്റെ പാത്തിൻ്റെ ഗ്രിപ്പ് പോകുമ്പോൾ നമ്മളത് മാറ്റും കേട്ടോ. ആ പാത്തിക്ക് താഴെ സിമെൻ്റ് ഒന്ന് തേച്ച് കോൺക്രീറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ വരുന്നത്. ഇപ്പം അടുത്ത് സർഫാക്കി ഉപ്പൊക്കെ വെട്ടി പാകാക്കിയതായിരുന്നു കേട്ടോ. ആ പനമ്പാത്തി അങ്ങനെ പുതിയത് വിരിച്ചതാണ്. തൊഴുത്തിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇതാണ് തൊഴുത്തിൻ്റെ മുകൾ ഭാഗം കേട്ടോ. അത്യാവശ്യം തുറന്ന രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ തൊഴുത്തിന് ചുറ്റും വല കെട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോഴികളൊക്കെ കയറിങ്ങാണ്ട് പുല്ലൊക്കെ കേടെടുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടുന്നത് കേട്ടോ. കണ്ടോ, 2 സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. 2 കന്നുകൾ ഒരു ഭാഗത്തും 3 എണ്ണത്തിന് ഒരു ഭാഗത്തും കെട്ടാൻ പറ്റുന്ന നിലക്കാണ് നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മരുന്നടിക്കുന്ന ഒരു പമ്പാണ്. അതിനെന്താ ഇവിടെ കാര്യം, അതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാര്യമുണ്ട്. പിന്നെ ഈച്ച അങ്ങനത്തെ ശല്യം ഉണ്ടാവില്ലേ, കൊതുക്, മൂട്ട, കാരി അങ്ങനത്തെ ഒക്കെ ശല്യം വരുമ്പോൾ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പിന്നെ മഞ്ച അറിയുണ്ടാവും. ഈ മഞ്ചിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് ഈ കാള, മൂരി, തൊഴുത്തൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സകല സാധനം വെക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് പിന്നെ അത് തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണല്ലോ. പിന്നെ പൂട്ടൊന്നുമില്ല കേട്ടോ. ഇത് കന്നിൻ്റെ കഴുത്തിൽ കെട്ടുന്ന ചെയിനാണ് കേട്ടോ. നമ്മൾ കാളൻ്റെയും മൂരിൻ്റെ ഒക്കെ കഴുത്തിൽ കെട്ടുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കന്നിനെയൊക്കെ തിരിച്ച് കെട്ടി ഉച്ചക്ക് കന്നിന് കറക്റ്റ് ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കും. ആ വെള്ളം എന്ന് പറയുന്നത് മുതിര തീമിട്ടപ്പോൾ തിളപ്പിച്ചപ്പോൾ വേവിച്ചപ്പോൾ അതിൽ ബാക്കി വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ വെറും പച്ച വെള്ളം കൊടുക്കും കേട്ടോ. ഒരു ബക്കറ്റാണ് കൊടുക്കുന്നത്, അത് മുഴുവൻ കുടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ 2 കന്നുകളുണ്ടെങ്കിൽ ഈ കുടിക്കുന്ന പാത്രം കഴുകിയതിന് ശേഷമാണ് അടുത്ത
രണ്ടാമത്തെ ആൾക്ക് വെള്ളം കൊടുക്കുക കേട്ടോ. അതങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈവനിങ്ങിൽ ഇന്ന് വൈക്കോൽ എത്തിയിട്ടുണ്ട്, കുഞ്ഞുകാക്ക് വൈക്കോൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. റോളില്ലേ അതാണ്, എനിക്ക് തോന്നുന്നു ഒരു റോളിന് 250 രൂപ എങ്ങാണ്ടാണ് ഇപ്പോൾ വന്നത് തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല കേട്ടോ. 400 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എപ്പോഴും ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വൈക്കോൽ ഇറക്കിയിട്ട് അവരെന്നെ തൊഴുത്തുക്ക് കയറ്റണമൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ അടുത്തൊരു കൊക്കുണ്ട്, അതിട്ട് അങ്ങോട്ട് വലിച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യണ പോലെ തോന്നും. ഓരതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ കൊക്കിട്ട് വലിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് നമ്മൾ വെള്ളം കൊടുത്തില്ലേ, പിന്നെ മഗ്‌രിബിനാണ് നമ്മൾ രാവിലെ തീമറ്റിട്ടുള്ള മുതിര കൊടുക്കുന്നത് കേട്ടോ. അതൊരു ചെമ്പിലിട്ടിട്ട് നല്ലോണം കുത്തിയൊന്ന് മിക്സ് ആക്കും കേട്ടോ. എന്നിട്ട് അതിങ്ങനെ വൈക്കോലിൽ ചേർത്തിട്ടാണ് കൊടുക്കുക. എന്തിനാണ് വൈക്കോൽ എന്ന് വെച്ചാൽ മുതിര മാത്രം കൊടുക്കാനും ബുദ്ധിമുട്ടാണ്, ആ കാളക്ക് അത് കഴിക്കാനും ബുദ്ധിമുട്ടാവും. അത് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈക്കോലും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് മുഴുവൻ ഇങ്ങനെ വെച്ചുകൊടുത്താൽ തിന്നൊന്നുമില്ല, ഇതുപോലെ ഇരുന്ന് ക്ഷമയോടെ കൊടുത്ത് തീർക്കന്നെ വേണം. ഉപ്പാക്ക് അതിന് യാതൊരു മടിയില്ല, കാരണം ഉപ്പാക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് ഒരു മടുപ്പും തോന്നലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ കോഴി ആടൊക്കെ കൊടുക്കും, അതൊന്നും ഇപ്പോഴല്ല, എപ്പോഴാണോ നമ്മൾ പൂട്ടുന്നത്, പൂട്ട് കഴിഞ്ഞ് ആ ഒരു സമയത്തിനനുസരിച്ചൊക്കെയാണ് പിന്നെ നടത്താനൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.